കാൽവരിയുടെ മാർഗുയർന്നു രക്ഷയുടെ കുരിശിൽ മരണത്തിന്റെ നേടുമൂടിയപ്പോൾ ലോകം വിചാരിച്ചു എല്ലാം അവസാനിച്ചു. അവനു വേണ്ടി ചിന്തിയ കണ്ണുനീരിന്റെയും കൂപ്പിയ കരങ്ങളുടെയും അവന്റെ അനുഗ്രഹം സ്വന്തമാക്കിയ ജീവിതങ്ങളുടെയും മേൽ നിരാശയുടെ അന്ധകാരം വ്യാപിച്ചപ്പോൾ ആരും കണ്ടില്ല മറുവശത്തെ ഉദ്ധാനത്തിന്റെ ഉദയസൂര്യൻ. മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് മാനവരാശിക്ക് പ്രത്യാശയുടെ സന്ദേശം നൽകിക്കൊണ്ട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉദ്ധാനം ചെയ്തു. നിങ്ങളേവരെയും നന്ദിയോടെ ഓർത്തുകൊണ്ടും ഉയർപ്പ് തിരുനാളിന്റെ ആശംസകൾ നേർന്നുകൊണ്ടും കൊരട്ടി CLC അവതരിപ്പിക്കുന്നു പ്രത്യാശ. സാബത്തിനു ശേഷം ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലന മറിയവും സഹോദരി മർത്തായും അൽഫയൂസിന്റെ ഭാര്യ മറിയവും സലോമിയും സൂസന്നയും തയ്യാറാക്കി വച്ചിരിക്കുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി യേശുവിന്റെ ശവകുടീരത്തങ്കലേക്ക് പോയി. കവാടങ്ങളെല്ലാം ഇപ്പോഴേ തുറന്നു കാണുമോ? ഉവ്, തുറന്നു കാണും. ദാ നോക്ക്, ആളുകൾ വരുന്നത് കാണുന്നില്ലേ നീ? അവർ നമ്മളോട് എന്തെങ്കിലും ചോദിക്കുമോ? ആരുടെ കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത്? കോടതി കവാടത്തിലുള്ള പടയാളികൾ. അവിടെ വളരെ കുറച്ച് ആളുകൾ മാത്രമല്ലേ പ്രവേശിക്കുന്നുള്ളൂ. ഇറങ്ങി പോകുന്നവർ അതിലും കുറവായിരിക്കും. അതുകൊണ്ട് അവർ നമ്മളെ കാണും. ഗ്രാമത്തിലേക്ക് പോകുന്ന 5 സ്ത്രീകൾ, അത്ര തന്നെ. പെസക ആഘോഷത്തിൽ പങ്കെടുത്ത് മടങ്ങുന്നവരാണെന്നേ കരുതൂ. പക്ഷേ അവരുടെ മുമ്പിൽ പെടാതിരിക്കുന്നതിന് നമുക്ക് മറ്റൊരു കവാടത്തിലൂടെ പുറത്തിറങ്ങുന്നതല്ലേ നല്ലത്. അത് കഴിഞ്ഞ് മതിലുകൾ ചേർന്നങ്ങ് പോകാം. അത് വളരെ ദീർഘമായൊരു വഴിയല്ലേ? അതെ, പക്ഷെ നമ്മൾ കൂടുതൽ സുരക്ഷിതരായിരിക്കും. സലോമി, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ കിഴക്കേ കവാടം വഴി ഇറങ്ങിയനെ. നമുക്ക് വേഗം പോകണം. എങ്കിൽ മറ്റേതെങ്കിലും കവാടം വഴി പോയാലോ? എന്തായാലും കോടതി കവാടം വേണ്ട. അതെ, അത് ശരിയാണ്. ശരി, നിങ്ങൾക്ക് അതാണ് വേണ്ടതെങ്കിൽ നമുക്ക് യോവാനിയെയും വിളിക്കാം. ഖബറിടത്തിങ്കിലേക്ക് പോകുമ്പോൾ അവളെയും കൂട്ടണമെന്ന് അവൾ പറഞ്ഞിരുന്നു. നീണ്ട വഴിയിലൂടെ ചുറ്റിക്കറങ്ങി പോകാൻ നിങ്ങൾ തീരുമാനിച്ചതിനാൽ നമുക്ക് അവളെയും കൂട്ടാം. അതെ, അത് നല്ലതാണ്. കാരണം കല്ലറയിങ്കൽ കാവൽക്കാരും ഉണ്ടല്ലോ. അവളെ എല്ലാവരും അറിയും. എല്ലാവർക്കും അവളോട് ബഹുമാനവും ഉണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മൾ അരിമത്തിക്കാരൻ ജോസഫിനെയും അറിയിക്കണമെന്നാണ്. അവനാണല്ലോ ആ സ്ഥലത്തിന്റെ ഉടമ. അതെ, നമുക്കൊരു ഘോഷയാത്രയായി അങ്ങ് പോകാം. അതാകുമ്പോ ആരുടെയും ശ്രദ്ധ പറ്റില്ലല്ലോ. എന്റെ സഹോദരി, നിനക്ക് ഇത്രയും ഭയമോ? മാർത്ത, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ മുമ്പേ പോകാം. നിങ്ങൾ യോവാനിയെയും കൂട്ടി പിന്നാലെ വന്നാൽ മതി. ഇനി എന്തെങ്കിലും ആപത്തുണ്ടെങ്കിൽ ഞാൻ വഴിയുടെ മധ്യത്തിൽ നിൽപ്പുണ്ടാകും. ശരി, അങ്ങനെ ആവട്ടെ. ഞങ്ങൾ യോവാനിയെയും കൂട്ടി വരാം. മേരി, നീ തനിച്ചു പോകണ്ട, ഞാനും കൂടെ വരാം. വേണ്ട മാർത്ത, നീ ഇവരുടെ കൂടെ പോയിക്കോളൂ. യോവാനയുടെ അടുത്തേക്ക് നിങ്ങൾ രണ്ടാളും പോയാൽ മതി. സലോമിയും സൂസനയും നിങ്ങളെ കാത്ത് കവാടത്തിന് വെളിയിൽ നിൽക്കട്ടെ. പിന്നെ എല്ലാവരും ഒന്നിച്ച് പ്രധാന വഴിയിലൂടെ വന്നാൽ മതി. ദൈവം നിങ്ങളോട് കൂടെ.
പത്രോസും ജോണും എവിടെ? എന്താണ്? കർത്താവിനെ അവരെടുത്തോണ്ട് പോയി. എന്ത്? നീ എന്താണ് ഈ പറയുന്നത്? അത് ഞാൻ കല്ലറയിൽ പോയപ്പോ അത് തുറന്നു കിടക്കുന്നു. കാവൽക്കാരെല്ലാം മരിച്ചതുപോലെ. വാതിലടച്ച കല്ല് നിലത്ത് കിടക്കുന്നു. ആരാണ് ഇത് ചെയ്തത്? ജോളെ, വരൂ, നമുക്ക് പോയി നോക്കാം. മേരി പറഞ്ഞത് ശരിയാണ് സൈമൺ. അകത്ത് യാതൊന്നുമില്ല. ശരിയാണ് ജോ, അവനിവിടെ ഇല്ല. അവൻ എടുത്തു മാറ്റി. കാവൽക്കാരെ നിർത്തിയത് പോലും അതിനാണ്. എവിടെയായിരിക്കും അവനെ കൊണ്ടുപോയി വച്ചിരിക്കുന്നത്? മേരി, നമുക്ക് പോകാം. അമ്മയോട് നീ വിവരം പറയണം. ഞാൻ വരുന്നില്ല. ഇവിടെ തന്നെ. അവന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. അമ്മ പറഞ്ഞത് ശരിയായിരുന്നു. അവനായിരിക്കുന്നിടത്ത് വായു ശ്വസിക്കുക എന്നുള്ളതാണ് നമുക്ക് അവശേഷിക്കുന്ന ഏക ആശ്വാസം. ഏക ആശ്വാസം? ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ, പ്രതീക്ഷിച്ചതൊക്കെ മൗഢ്യമായിരുന്നെന്ന്. ജോൺ, നമുക്ക് പോകാം. എവിടേക്ക് പോകണമെന്നറിയാതെ സംശയിച്ചു നിന്ന അവർ കല്ലറയിലേക്ക് പോകാൻ തീരുമാനിച്ചു. തോട്ടത്തിൽ പ്രവേശിച്ച അവർ ബോധരഹിതനായ കാവൽക്കാരെ കണ്ടപ്പോൾ അത്യധികം ഭയചകിതരായി. കല്ലറയിൽ നിന്നൊരു പ്രകാശം. ധൈര്യം കിട്ടുവാൻ പരസ്പരം കൈപിടിച്ച് കല്ലറയിലേക്ക് അവർ എത്തി നോക്കി. അതിനുള്ളിൽ ഏറ്റവും സുന്ദരമായ ഒരാൾ നിൽക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ ദൈവദൂതനാണ്. ക്രിസ്തുവിന്റെ ദുഃഖം, പീഡാസഹനം, മരണം എല്ലാം അവസാനിച്ചു. നിങ്ങൾ അന്വേഷിക്കുന്ന ക്രൂശിതനായ നസ്രത്തിലെ ഈശോ മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്തിരിക്കുന്നു. അവൻ ഇവിടെയില്ല. അവനെ വെച്ച സ്ഥലവും ശൂന്യമായിരുന്നു. പോയി പത്രോസിനോടും ശിഷ്യന്മാരോടും ഈ വാർത്ത അറിയിക്കുക. നിങ്ങൾക്ക് മുൻപേ ഗലീലായിലേക്ക് പോകുമെന്നും അവിടെ വെച്ച് അല്പസമയത്തേക്ക് നിങ്ങൾ അവനെ കാണുമെന്നുമാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ മരിക്കുമോ? കർത്താവിന്റെ ദൂതനെയല്ലേ നമ്മളിപ്പോൾ കണ്ടത്. ഇനി എന്ത് ചെയ്യും? നമ്മളീ കണ്ടത് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. കല്ലറയിൽ നിന്നാണ് വരുന്നതെന്നറിഞ്ഞാൽ കാവൽക്കാരെ കൊന്നത് വരെ നമ്മളാണെന്ന് യൂദയാക്കാർ കുറ്റാരോപണം നടത്തും. വേണ്ട, ഒന്നും ആരോടും പറയണ്ട. വാക്കുപോലും ഉച്ചരിക്കാതെ മറ്റൊരു വഴിയെ അവർ തിരികെ പോയി. സ്ത്രീയെ, നീ എന്തിനാണ് കരയുന്നത്? എന്റെ കർത്താവിനെ അവരെടുത്തോണ്ട് പോയി. അവനെ അവർ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് പോലും എനിക്കറിഞ്ഞുകൂടാ.
അവന്റെ ഉയർപ്പിനായി കാത്തിരിക്കുന്ന സമയത്ത് അവന് സുഗന്ധം കൂട്ടുകൊണ്ട് ലേപനം ചെയ്യുവാനാണ്. പക്ഷെ എല്ലാം പാഴായി. അവർ അവനെ ബലമായി എടുത്തുകൊണ്ടുപോയി. എന്റെ യജമാനനെ നീ അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ അവനെ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് എന്നോട് പറയും. ഞാൻ പോയി എടുത്തുകൊള്ളാം. ഞാൻ ആരോടും പറയുകയില്ല. ഈ ദുർഗതിയിൽ എന്നെ കൈവിടരുതേ യജമാനനെ. മറിയം, റബ്ബോനി, എന്റെ സഹോദരന്മാരുടെയും സ്നേഹിതരുടെയും പക്കലേക്ക് പോയി നീ അവരോട് പറയുക, ഞാൻ എന്റെയും നിങ്ങളുടെയും ദൈവത്തിന്റെ പക്കലേക്ക് ആരോഹണം ചെയ്യുകയാണ്. അതിനുശേഷം ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും.